ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പരിപ്പ് മുരിങ്ങ കറിയാട്ടോ. ഇത് നല്ല സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ നല്ല ഫ്രഷ് മുരിങ്ങ, തളിര് മുരിങ്ങ നോക്കിയെടുക്കണം കേട്ടോ. നമ്മുടെ മുരിങ്ങ കറി വയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുകയാണെങ്കിൽ മൂത്തതായാലും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ മുരിങ്ങ കറിക്കാകുമ്പോൾ ഇതുപോലെ തളിര് നോക്കിയിട്ടാണ് കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അല്ലെങ്കിൽ നല്ലൊരു മുര വരാതിരിക്കും നമ്മുടെ കറി. ഇതാ ഞാൻ നല്ല പോലെ ഒന്ന് നമ്മുടെ മുരിങ്ങയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ നോക്കണേ, അതിൻ്റെ ബാക്ക് സൈഡിൽ മുട്ടകളോ അല്ലെങ്കിൽ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും. നല്ല പോലെ നോക്കിയിട്ട് വേണം ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കോഞ്ചൽ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നല്ല തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കിയിട്ട് വരാം. ഒരു 5 ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, ഒരു 4 ചെറിയ ഉള്ളി, ഒരു 5 വെളുത്തുള്ളി, 2 വെളുത്തുള്ളി തോല് കളയാതെ ചതച്ചെടുത്തത് കേട്ടോ. 1 കപ്പ് പരിപ്പ്, 100 ഗ്രാം പരിപ്പായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. പരിപ്പിലേക്ക് 3 ചെറിയ ഉള്ളിയും ഒരു 5 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. പരിപ്പൊക്കെ അല്ലേ, അതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാണ് കേട്ടോ. അതിനുശേഷം അരമുറി തേങ്ങയും അതിലേക്ക് 2 ചെറിയ ഉള്ളിയും ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകവും ചേർത്തിട്ട് ഒരു 5-6 കുരുമുളക് കേട്ടോ. ഞാൻ കുരുമുളക് മുഴുവനായിട്ടില്ലാത്തതുകൊണ്ട് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ പരിപ്പ് എന്താ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണ് ഉപ്പ്, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. കട്ടയില്ലാതെ നല്ലപോലെ മിക്സാക്കി എടുക്കണേ. നമ്മൾ ചൂടോട്ടതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. നല്ല രുചിയായിട്ട് അങ്ങനെ തന്നെ നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു മുരിങ്ങക്കറിക്ക് സിമ്പിൾ കറിയാണ്, പക്ഷെ നല്ല രുചി ഉണ്ടാവും കേട്ടോ. നല്ലപോലെ മിക്സാക്കിയിട്ട് ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം കേട്ടോ. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച തേങ്ങയില്ലേ, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുരിങ്ങ ഇട്ടതിന് ശേഷം ചിലർ തേങ്ങ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും മുരിങ്ങ ഒരുപാട് അങ്ങ് വെന്ത് പോകും കേട്ടോ. അതിൻ്റെ കളർ ഒരു കറുപ്പ് കളറിലേക്ക് മാറും, അങ്ങനെ നല്ല ടേസ്റ്റും കിട്ടില്ല. അതുകൊണ്ട് തേങ്ങ ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം മാത്രം അതിലേക്ക് നമുക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങ ഇട്ട് തിളക്കരുത്, ഇതുപോലെ ചെറുതായിട്ടൊന്നും താന്ന് വരണം കേട്ടോ. ഏകദേശം താന്ന് വന്നതിന് ശേഷം മാത്രം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ മുരിങ്ങ വേഗരുത്. ഇതുപോലെ 2 മിനിറ്റ് ഇതിൽ കിടന്നിട്ട് ആ കറിയിൽ കിടന്നിട്ടൊന്ന് തിളച്ചാൽ മതിയാവും കേട്ടോ. ഇതുപോലെ തിളച്ച് വന്നാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ്. ഒരുപാട് അങ്ങ് തിളച്ച് പോയാലും മുരിങ്ങ വെന്ത് അതിൻ്റെ കളറും മാറും, ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മുരിങ്ങ ഇട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റ് അതിനപ്പുറം തിളക്കരുത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി വെക്കാം കേട്ടോ. ഇതിന് വേണ്ട താളിപ്പില്ലേ, അത് നമുക്കിനി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയില്ലേ, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലപോലെ വഴണ്ടി വരേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് കുക്കായാൽ മതിയാവും. ആ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കുത്തിവെച്ച വെളുത്തുള്ളിയില്ലേ, തോലോടുകൂടി ഉള്ളത്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ മാത്രം വഴറ്റിയെടുത്തിട്ട് നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മുടെ മുരിങ്ങക്കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി സിമ്പിളായിട്ടുള്ളൊരു മുരിങ്ങക്കറി കേട്ടോ. ചിലവരൊക്കെ മുരിങ്ങക്കറിയിൽ കടുക് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഇലക്കറികളിലൊന്നും കടുക് ചേർക്കില്ല കേട്ടോ. ഉള്ളി മാത്രം, വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മാത്രം ഇട്ടിട്ട് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുരിങ്ങക്കറി കേട്ടോ. കുരുമുളകും ജീരകമൊക്കെ ചേർത്തുകൊണ്ട് നല്ല ഹെൽത്തി ആയിരിക്കും, പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഒരു മുരിങ്ങക്കറിക്ക്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. പിന്നെ മുരിങ്ങക്കറി വെക്കുമ്പോൾ ഒരുപാട് അങ്ങ് പരിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കുത്തി വെക്കരുത് കേട്ടോ. ചെറിയതായിട്ടൊരു പരിപ്പും തേങ്ങയൊക്കെ അതിൻ്റെ ഒരു അളവുണ്ടല്ലോ, അത് കുറച്ച് മതിയാവും കേട്ടോ. ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുരിങ്ങക്കറി കിട്ടും. ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.